ബസ് യാത്രക്കാരന്റെ പേഴ്സ് കവർന്ന കേസിൽ രണ്ടുപേരെ കോഴിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൊടിയത്തൂർ സ്വദേശി ഹുസൈൻ, പള്ളുരുത്തി സ്വദേശി നിസാർ എന്നിവരാണ് പിടിയിലായത്. അരീക്കാട് സ്വദേശി ഉസ്മാൻ കോയയുടെ പേഴ്സ് മോഷ്ടിച്ച കേസിലാണ് ഇവരെ പോലീസ് പിടികൂടിയത്. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഈ മാസം 10-ാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം. ബസ് യാത്രക്കാരന്റെ പോക്കറ്റ് അടിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോക്കറ്റിലേക്ക് ഇരയായ അരീക്കാട് സ്വദേശി പോലീസിൽ പരാതി നൽകി. അരീക്കാട് സ്വദേശിയായിട്ടുള്ള ഉസ്മാൻ കോയയാണ് പന്നിയങ്കര പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ ഇവർക്ക് ലഭിച്ചത്. രണ്ടുപേർ അതിന്റെ മോഷണം നടത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ചില ഇടപെടൽ, അതായത് കുത്തിത്തിരക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടും ആ ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. പിന്നീട് അതിന്റെ CCTVയുടെ ഡയറക്ഷൻ മാറ്റുന്നുണ്ട്. അത് മോഷണം പുറത്തു വരാതിരിക്കാൻ ഇവർ നടത്തിയ ഇടപെടലുമാണ്. ആ ഒരു സംശയത്തിന്റെ ഫലത്തിലാണ് പിന്നീട് ഈ ആളുകളെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു. അവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ളവ കണ്ടെത്താൻ കഴിഞ്ഞു. അങ്ങനെ അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു. അതിനൊടുവിലാണ് ഈ രണ്ടുപേരെയും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്. കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശിയായിട്ടുള്ള ഹുസൈൻ, അതുപോലെ തന്നെ എറണാകുളം പള്ളുരുത്തി സ്വദേശിയായിട്ടുള്ള നിസാർ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. പ്രതികൾക്കെതിരെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിരവധി മോഷണ കേസുകളുണ്ട്. അതുപോലെ തന്നെ അടിപിടി കേസുകളുമുണ്ട്. അങ്ങനെ ഒരു സ്ഥിരം കുറ്റവാളികളായിട്ടുള്ള രണ്ടുപേരാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. ഈ പേഴ്സിൽ 6000 രൂപയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ പരാതിക്കാരായിട്ടുള്ള ഉസ്മാൻ കോയയുടെ ID കാർഡ് ഉൾപ്പെടെയും ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് പ്രതികളെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെയാണ് പന്നിയങ്കര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.